വെൽക്കം ബാക്ക് ടു അൻഷോയ്റ്റി. അപ്പം കുറേ ദിവസമായി നമ്മളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളെ CPM വീഡിയോ ഇട്ട് കുറച്ച് തിരക്കൊക്കെ ആയി പോയി. നമ്മളെ ഹസ്ബൻഡ് ഇന്തോനേഷ്യയിലൊക്കെ തിരക്കായി പോയി. അതാണ് പ്രശ്നമായി. പിന്നെ ക്ലാസ്സൊക്കെ തുറന്നുകൊണ്ട് നമുക്ക് ശനി നേരം കഴിയുള്ളൂ. അപ്പോൾ കഴിയുന്നത് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിക്ക് ട്രിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി വാഷ് ചെയ്യാനും പോരാനായിട്ട് വണ്ടി പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് നമ്മളെ ബസ്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളെ ബസ് വേറെ ലുക്കിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് നമ്മളെ ബസ്സിൻ്റെ പേര് ക്യാപ്റ്റൻ എന്നാണെങ്കിൽ ഇപ്പോൾ PK എന്നാക്കിന്ന്. വണ്ടിയുടെ വർക്കൊക്കെ നമ്മൾ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വിടാത്ത എന്താ ചോദിച്ചാൽ ഒറ്റൊരു വീഡിയോയിൽ തന്നെ എല്ലാവരും റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു വർക്കിലായിരിക്കും വണ്ടി ട്രിപ്പൊക്കെ പോണേ. അപ്പോൾ ഏതായാലും കഴിഞ്ഞൊക്കെ ആ ഒരു ടീം വർക്കിലായിരുന്നു വണ്ടി പോയിരുന്നത്. ഇനി ഈ ഒരു വർക്കിലാണ് പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് ഗൈസ്. അപ്പം നേരത്തെ ട്രിപ്പ് പോകണമെങ്കിൽ നമ്മളെ വണ്ടി കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ബയോയിൽ കൊടുക്കാം. അപ്പോൾ ഏതായാലും നമ്മളെ ചെറുക്കൻ എന്താണ്, നമ്മളെ ചെറുക്കൻ്റെ ലുക്കൊക്കെ വേറെ ലെവലാണ്. ഇനി നമുക്ക് ഇവിടെ നമ്മളെ സേവിക്കേണ്ട അടുത്ത് പോകണം. വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മളെ പമ്പ് കൊണ്ട് വെച്ചാണ്. ഇത് നമ്മളെ പമ്പ് തന്നെയാണ് ഗൈസ്. അപ്പം പ്രതിയിലെ പേര് മാറ്റി നമ്മളെ പേരൊക്കെ വെക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് പറയാനല്ലേ 2 വണ്ടികളുടെ റിവീലിംഗ് ആണ് ഗൈസ്. ഇന്ന് അത് പറ്റാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നേരെ റിവീലിങ്ങിനായിട്ട് പോകാം. കളറായി വരികയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ പെട്രോൾ അടിച്ച് നമ്മൾ ഷെഡ് കൊണ്ടിട്ട് നേരെ ഷെഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ ചെറുക്കനടുത്ത് ഷെഡ് കയറ്റണം. അപ്പോൾ ഇന്ന് റിവീലിംഗ് ഉണ്ട്. അപ്പം സീക്ക് എടുത്ത് ഇറങ്ങാം റിവീലിങ്ങിന്. അപ്പോൾ ഏതായാലും ഇന്ന് റിവീൽ ചെയ്യാൻ പോകണം വണ്ടി കേട്ടോ. ഞങ്ങൾ നെട്ടു വച്ചാതി വണ്ടിയാണ് റിവീൽ ചെയ്യാൻ പോണേ. അപ്പോൾ അതിനൊക്കെ നേരെ ഷെഡ് കയറ്റിയേക്കാം. ഗൈസ് നമ്മൾ ചെറുക്കനടുത്ത് നമ്മൾ ഷെഡിൽ കയറ്റുമ്പോഴുള്ള പണിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതൊരു പണിയാണ് ഗൈസ്. വളത്തും തിരിച്ചും കുറച്ച് പണിയുണ്ട് വണ്ടി ഷെഡിലോട്ട് കയറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ബസ് ഓടിച്ചവർക്ക് അറിയുള്ളൂ ഗൈസ് അത് പണി എന്താണെന്നില്ല. ഏകദേശം അങ്ങനെയൊക്കെ കയറി വന്നിട്ടുണ്ട്. പിന്നെയൊക്കെ നേരെ ചെറുക്കനെടുത്ത് ഷെഡിക്കിടണം. അപ്പം തൽക്കാലം ഇവിടെ അങ്ങോട്ട് കിടക്കട്ടെ. നല്ല ഡ്രൈവർമാർക്കൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറുക്കൻ ഇവിടെ കിടക്കട്ടെ ഗൈസ്. അതാ നേരെ നമ്മൾ ചെറുക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ സീറ്റ് എടുത്തിട്ട് ഇവിടുന്ന് നമ്മളെ റിവീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ഗൈസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ആ ഒരു ഏരിയക്ക് പോകണം. അപ്പോൾ നമ്മളെ ചെറുക്കനെ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഏതായാലും നമുക്ക് ചെറുക്കനെടുക്കാൻ സീക്ക് നമ്മളിങ്ങനെ പണിതിട്ടുണ്ട്. ഒരു വേറെ ലെവലാണ്. ഇപ്പോൾ നിങ്ങൾ നേരെ പോയി കണ്ടോളി. ബസ്സോടെ ഞാൻ ചോദിക്കുന്നവരോട് ബസ് നമ്മൾ വാഷിന് വേണ്ടി നമ്മൾ സിറ്റി വണ്ണിലേക്ക് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ സിറ്റി വന്ന് എടുത്തോണ്ടത് ഇനി സിറ്റി വണ്ണിലേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുന്നുണ്ട്. അവരോട് ഒന്നും പറയാനില്ല കഴിച്ച് ഞാൻ ഒരു പൊട്ടത്തേനെ കാണിച്ചു പോയാണ്. അപ്പോൾ ഏതായാലും അവിടെ തന്നെ നമുക്ക് വാഷ് ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും എന്തോ ആയിക്കോട്ടെ. നമുക്ക് നമ്മളെ സീക്ക് ചെറുക്കനെ കാണാം. സീക്ക് ചെറുക്കനെ എയറിലാണ് കാണാമല്ലോ കൈസ്. ലിഫ്റ്റ് കയറ്റിയാണ്. അപ്പോൾ നമ്മളെ ചെറുക്കനെ അടിയിലോട്ടേക്ക് ഇറക്കുക. കാരണം വേറെ എന്തെല്ല ചെറുക്കൽ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലേ. വർക്ക് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ പഴയ ലുക്കിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചെറുക്കനെ അടിയിലോട്ട് ഇറങ്ങണം. ഇത് കൈസ് ചെറുക്കനെ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഡ്രാഗൺ എന്നാണ് നമ്മളെ ചെറുക്കൻ്റെ പേരിട്ടെ. പിന്നെ നമ്മൾ ഡ്രാഗൺ എഫക്റ്റ് എല്ലാം ചെറിയ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ നമ്മളെ റിവീലിംഗ് വണ്ടികൾ കാണാം. റിവീലിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ വണ്ടികൾ റിവീൽ ചെയ്യുക. അപ്പോൾ വണ്ടി മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ വണ്ടി ഇവിടെ എത്തിയില്ല. കാരണം നമുക്ക് ഈ സ്പേസ് കാണിച്ചതിൻ്റെ എന്തായതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇതുവരെയായിട്ട് നമ്മളിവിടെ എത്തിച്ചില്ല. റിവീൽ ചെയ്യാൻ പോണ വണ്ടി ഒന്നല്ല 2 നിന്ന് ഞാൻ ആദ്യം ഒന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഏതായാലും 2 വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് 2 ഒപ്പരായിട്ട് റിവീൽ ചെയ്യാം. അപ്പോൾ ഇതിലൊരു വണ്ടി കൂടി വർക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ അടിച്ചിട്ടില്ല വണ്ടി. ഇതൊക്കെ നമുക്ക് മേടിച്ചിട്ട് വേണം റിവീൽ ചെയ്യാൻ. അപ്പം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റിവീലിംഗ് സമയത്ത് നമ്മളെ വണ്ടി നേരെ അടിയിലോട്ടേക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് പോകണം ഗൈസ്. അപ്പം ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ മേലോട്ട് എത്തി ഗൈസ്. അതാ നേരെ ഇവിടെ വന്ന് നിന്നാൽ മതി. ഗൈസ് അടിയിലോട്ടേക്ക് എത്തും. ഇതാണ് നമ്മളെ പ്രവർത്തനം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അപ്പം നമുക്ക് നേരെ റിവീലിംഗ് പ്രവർത്തനത്തിലേക്ക് കടക്കാം. Problems we could solve. Try another, but I know you got one more. There's no hurry, the limelights calling. In the van we're
driving to Austin. This feels like നമ്മളെ വണ്ടികളെ റിവ്യൂവിങ് പരിപാടികളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോർച്ചുഗലിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. സീൻ വണ്ടിയാണ്, ഒരു ആക്ഷൻ ഇല്ലാത്ത വണ്ടിയാണ്. ഏതായാലും നമുക്കൊക്കെ ഇറക്കണം. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ പബ്ലിക് റിയാക്ഷൻ കിട്ടാനും വേണ്ടി പബ്ലിക് റൂമിൽ നമ്മൾ ഇറക്കാൻ പോണ നമ്മളെ എല്ലംടൻ്റെ വണ്ടിയാണ്. അത് ഗോൾഫ് അതൊരട്ടം നമ്മൾ ഇറക്കിയാണ്. നല്ല റിലാക്ഷൻ കിട്ടിയാണ്. പക്ഷേ ഒന്ന് റിവീൽ ചെയ്താണ്. നമ്മളെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്തവർക്ക് അറിയാം. പക്ഷേ അത് അന്നത്തെ വീഡിയോ ഒന്ന് തൂമ്പി പോയി. പിന്നെ നമുക്ക് എല്ലാ വണ്ടിയും ഒപ്പരായിട്ട് റിവീൽ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഏതായാലും ഒപ്പര നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് മതി. അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത കളിയിൽ നമ്മൾ പോർച്ചുഗൽ ഫാൻസ് കളി കളിക്കുമ്പോൾ അതിൽ പോർച്ചുഗൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടി വെച്ചാൽ അന്ന് വീഡിയോ എടുത്താണ്ട് കറങ്ങും, അതും പബ്ലിക് റൂമിൽ. അപ്പോൾ ഏതായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്, പോർച്ചുഗൽ ജയിക്കൂലേ അതിൻ്റെ സ്കോർ കൂടി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അന്ന് എത്ര ഗോളിനാണ് പോർച്ചുഗൽ ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും അന്ന് കാണാം. അപ്പോൾ ബൈ.